അഭിജിത്ത്, എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം? 3 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ചികിത്സയിലുള്ള മറ്റാളുകളുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ 3 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലാണ്. ഈ വാഹനത്തിൽ, അതായത് ബസ്സിലുണ്ടായിരുന്ന ചിലർ നമുക്കൊപ്പം ഇപ്പോഴുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അവരോട് ചോദിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ എവിടേക്ക് പോകുമായിരുന്നു? കുറ്റിപ്പുറത്തേക്ക്. എവിടുന്ന് കയറിയതാ? വളാഞ്ചേരിന്ന് കയറിയതാണ്. എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ട്? നല്ല സ്പീഡാണ് ബസ്സിന്. പിന്നെ മഴ പെയ്തിരുന്നു. അപ്പോൾ മഴ നിന്ന ടൈമായിരുന്നു. അപ്പോൾ ആ കോട കയറിയ ടൈമിൽ ഗ്ലാസ് കൂടെ കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല സ്പീഡായിരുന്നു. അങ്ങനെ ആ മതിൽ പോയി ഇടിച്ചത്. പിന്നെ ബസ് മറിഞ്ഞു ഉണ്ടായത്. 2 തവണ മറിഞ്ഞിട്ടാണ് നിന്നത്. നിറയെ ആളുകൾ ഉണ്ടായിരുന്നു ബസ്? അത്യാവശ്യം ആളുണ്ടായിരുന്നു. പെട്ടെന്ന് നല്ല സ്പീഡിലായിരുന്നു. നല്ല സ്പീഡ്. പെട്ടെന്ന് ഈ സർവീസ് റോഡിൽ നിന്ന് വാഹനം കയറിയപ്പോഴാണോ ഇവർ ബ്രേക്ക് പിടിച്ച്? എന്താ? അല്ല, അങ്ങനെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. സ്പീഡ് കൂടിയിട്ട് അങ്ങനെ കയറുക ചെയ്തത്. നിയന്ത്രണം നഷ്ടമായതാണ്? അതെ. നിയന്ത്രണം നഷ്ടമായതാണ്. അല്ലാതെ വേറെ വാഹനത്തെ മറികടക്കുമ്പോഴും? ഇല്ല, വേറൊരു വാഹനം ഒന്നും ഉണ്ടായിരുന്നില്ല. സ്പീഡ് കൂടി അങ്ങനെ കയറ്റിയതാണ്. നിങ്ങൾ ബസ്സിൽ തെറിച്ച് വീണോ? അപ്പോൾ തെറിച്ച് വീണോന്നില്ല, ഞങ്ങൾ സെൻറ്ററിലായിരുന്നു. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് വീണു. ഇവള് ബാക്കിലേക്ക് തെറിച്ച് പോവുകയും ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ എന്തായിരുന്നു അവസ്ഥ? കണ്ടിരുന്നോ നിങ്ങൾ ആ സമയത്ത്? ഒന്നും കണ്ടിട്ടില്ല. ചോര മാത്രം കണ്ടു. നന്നായി ചോര ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്നപ്പോൾ കണ്ടു. ഞങ്ങൾ കുറേ പേര് മരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നാലെ ആൾക്കാരൊക്കെ വന്നിട്ടാണോ ബാക്കി ആശുപത്രിയിലേക്കൊക്കെ? അതെ, അങ്ങനെ വണ്ടികളിങ്ങനെ പോകുമ്പോൾ കയറ്റി അയച്ചു. വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് അങ്ങനെ പോയത്. അപ്പോൾ വേറെ വാഹനത്തെ മറികടക്കുമ്പോഴൊന്നും അല്ല, നല്ല വേഗതയിൽ സംഭവിച്ചൊരു അപകടം തന്നെയാണല്ലേ? മാധു, ഇങ്ങനെയാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് പരിക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇവൾക്ക് ഷോൾഡറിന് പരിക്കുണ്ടേക്ക്, ഊരയ്ക്ക് ചെറിയ വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ സ്കാനിങ്ങിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊന്നും പറ്റില്ല, ഇനി പുറത്ത് പോകണം. നിങ്ങൾ 2 പേരും മാത്രമായിരുന്നു ഒന്നിച്ചുണ്ടായത്? വേറെ ആരും ഒന്നിച്ചുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ 2 പേരും കൂടി കുറ്റിപ്പുറം വരെ ആവശ്യത്തിന് പോവുമായിരുന്നു. അതിനിടയിലാണ് ഈ അപകടം. മാധു, അങ്ങനെ തന്നെയാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. മറ്റു വാഹനങ്ങളെ മറികടക്കുമ്പോഴൊന്നും സംഭവിച്ച അപകടമല്ല, മറിച്ച് വാഹനം, അതായത് ബസ് നല്ല അമിത വേഗത്തിലായിരുന്നു. ആ വേഗത്തിൽ മഴയുള്ള സമയം കൂടിയായിരുന്നു. ആ സമയത്ത് നിയന്ത്രണം നഷ്ടമായി ഈ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടം എന്നുള്ളതാണ് ഈ ബസ്സിലുണ്ടായിരുന്ന 2 പെൺകുട്ടികൾ വ്യക്തമാക്കുന്ന കാര്യം. അവർ വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുന്നതിനായി ബസ്സിൽ കയറിയതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെ നേരത്തെ മരിച്ച വൈഷ്ണവിൻ്റെ മൃതദേഹം ഈ ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് നിലവിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വൈഷ്ണവിൻ്റെ സഹോദരനും ഈ ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. സഹോദരനെയും നിലവിലിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഉള്ളവരെയൊക്കെ ഇവിടുന്ന് മാറ്റിവെക്കും. ഇപ്പോൾ നിലവിൽ ഇവിടെ 6 കേസാണ് വന്നത്. ഈ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് വന്നത് 6 കേസുകളായിരുന്നു. അതിൽ ഒരാൾ ഡെത്താണ്. അവരൊരു സഹോദരനുണ്ട്. അയാൾക്കിപ്പോൾ തലയ്ക്ക് ഒരു മുറിവില്ല, വെച്ച് അടിച്ചതിൻ്റെ ഒരു ഇതുള്ള കാരണം CT സ്കാനും മറ്റു തുടർ ചികിത്സ ആവശ്യമായതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുള്ളത്. മറ്റു കേസുകളൊക്കെ ഇവിടെ കൊണ്ട് തന്നെ ചെറിയ പരിക്കുകളാണ് ഉള്ളത്. ഇപ്പോൾ ഡെത്തായ 31 വയസ്സുകാരെ കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ ബന്ധുക്കൾ വന്നിട്ട് വേണം ഇൻക്വസ്റ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ. ഈ ഗുരുതരമായി പരിക്കേറ്റവരൊക്കെ ഏത് ആശുപത്രിയിലാണ്? ഇവിടെ കുറ്റിപ്പുറം പല ഹോസ്പിറ്റലുകൾക്കുമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് നമ്മുടെ ആക്സിഡൻറ്റ് നടന്നതിൻ്റെ തൊട്ടുള്ള ഇൻഫോർട്ട് ഹോസ്പിറ്റലുണ്ട്. അതുപോലെ മിംസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയവരുണ്ട്. മിംസിലാണ് ഗുരുതരമായ പരിക്ക്. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കേസുകൾ മിംസിലോട്ടും അൽമാസിലോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവറെ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർക്കാണ് ഡ്രൈവറെ കൊണ്ടുപോയില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ 2-3 പേർക്കാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. ഡ്രൈവറുടെ പരിക്ക് എങ്ങനെയാണ് അറിയോ? ഗുരുതരമായി പരിക്കേറ്റുണ്ടോ? അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡ്രൈവറുടെ പരിക്ക് എങ്ങനെയാണ്? നല്ല ഹെഡ് ഇഞ്ചറി ഉണ്ട്. അത് തൃശ്ശൂരേക്ക് ട്രാൻസ്ഫർ ചെയ്തു. തൃശ്ശൂരേക്ക് കൊണ്ടുപോകും. മാധു, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ പല ആശുപത്രികളിലായി, കുറ്റിപ്പുറത്തെ പല ആശുപത്രികളിലായാണ് ഈ പരിക്കേറ്റവരുള്ളത്. അതിൽ തന്നെ പരിക്കു പറ്റിയ ചിലരുമായാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. മാത്രമല്ല, ഈ വൈഷ്ണവിനാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. വൈഷ്ണവിൻ്റെ സഹോദരൻ ഇവിടെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. നിലവിലിപ്പോൾ അയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തലയിൽ ചെറിയ പരിക്കുകളുണ്ട്. ഏതായാലും 3 പേർക്കാണ് അല്പം ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. നിലവിൽ അവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്.